ഹലോ, രാവിലത്തെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ മെസ്സിൽ പോയി ഇഡ്ഡലി കഴിച്ച് അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മളെ കുട്ടൻ്റെ റൂമിലേക്കായിരുന്നു. ഗൈസ് രാവിലെ തന്നെ പ്രിയൻ്റെ അമ്മൻ്റെ വക ദോശ എന്താ ഗൈസ്. അങ്ങനെ നമ്മൾ സാമ്പാറിൽ മുരിങ്ങക്കാല് പൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടൻ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാണ്ടോ? എനിക്കൊരു കമൻറ്റും ഇല്ല. കമൻറ്റ് ഇല്ല. കമൻറ്റ് കറു. അപ്പം ഇന്ന് സർജറിയിൽ സെക്കൻഡ് ഡേ ആണ്, പോയിട്ട് കാണാം. ഇന്ന് പക്ഷേങ്കിൽ കോളേജിൻ്റെ വക വണ്ടിയിലായിരുന്നു. അപ്പോൾ വിചാരിച്ച് ബസ്സിൽ പോകുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒന്നാമത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ്സിന് ഓടിയപ്പോഴത്തേക്കും അതും പോയി, മൂന്നാമത്തെ ഏതോ തലക്കൽ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ വണ്ടിയിൽ കയറി പറ്റി. ഇവർക്ക് അറിയില്ലല്ലോ മുഹമ്മദ് ഫൈസ് ആരാന്ന്. തൽക്കാലത്തേക്ക് അങ്ങ് ക്ഷമിച്ചേക്കാം. അങ്ങനെ പോയി നേരെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലാണെങ്കിൽ ഒ പി ഡിയിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹീറോ പോലെ അങ്ങ് കയറി ചെന്ന് ഒ പി ഡിയിലേക്ക് ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു ഇവൻ VIP ആയിരിക്കും മറ്റും മറിച്ചെന്നൊക്കെ. കാരണം ഒ പി ഡിയിൽ കയറാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഒരു പേഷ്യൻസ് കൂടി നിൽക്കുന്നവർ എല്ലാവരും ഒരു ആഗ്രഹമാണ് സാറിന് ടൈമിന് കാണിക്കാന്ന് പറയുന്നത്. അങ്ങനെ സാറിൻ്റെ അപ്പുറം ഇരുന്നിട്ട് പേഷ്യൻസിനെ നോക്കാൻ തുടങ്ങി. മോഹിത് ഡോക്ടർ സാബ് ആദ്യം വന്നിരുന്നു. ഇന്നൊരു PR ചെയ്യാനുണ്ടായിരുന്നു. പ്രോസ്റ്റേറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ സാർ അതിൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒ പി ഡിയിൽ നല്ല റഷ് തന്നെയായിരുന്നു. ഇത്രയും ഒ പി ഡിയിൽ ഇരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോൾഡ് ഉണ്ടായില്ലേ. ഇപ്പോൾ ഈ ഒരു പോലീസൊക്കെ പെട്ടെന്ന് വന്ന് കാണിച്ചു പോയി. നമുക്ക് ഹോൾഡ് ഉണ്ടായാലേ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ തന്നെ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിരിക്കേണ്ടി വരും. പിന്നെ ഒരു ലൈപ്പോമ റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടെ അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഈ കാണുന്ന നിങ്ങളൊരു സിസ്റ്റാണ്. ആദ്യം ലൈപ്പോമാണെന്നാണ് വിചാരിച്ചത്. സർജറിയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ സിസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങി. സ്റ്റിച്ചിൽ നമ്മൾ എത്രത്തോളം ആ ഒരു കൈയിൻ്റെ ചലനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ അത്രയും ബെറ്റർ ആയിട്ടുള്ള സർജൻ ആവാം. വീഡിയോ കാണുന്നവരിൽ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തത് പേഷ്യൻറ്റിൻ്റെ അറ്റൻഡൻ്റ് ആണ്. നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞാലും അവരുടെ പ്രോപ്പർ കൺസെൻ്റ് ഒന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പോകരുത്. ഒന്നാമത് തലക്ക് മേട്ടം കിട്ടും. രണ്ടാമത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പേഷ്യൻറ്റിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൺസെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയി. ഇന്ന് നമ്മൾ കഴിച്ചിരുന്നത് ഫ്രൈഡ് മോമോസ് ആയിരുന്നു. ഇനി അഥവാ വല്ല കീടാണുക്കളും ഇങ്ങനെ നമ്മളെ പള്ളയെ പോയിട്ട് ഇടങ്ങാറാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് എണ്ണ മുക്കി പൊരിക്കുമ്പോൾ അങ്ങ് ചത്ത് പോട്ടേന്ന്. അല്ല പിന്നെ നമ്മളോടാണോ കളി? അത് കഴിഞ്ഞ് പിന്നെയും OPD പോയി. ഈ കാണുന്നത് കാത് കുത്തിയിട്ട് ആ തുള പിന്നെയും വലുതായതാണ്. സോ അത് നമുക്ക് അടക്കാനും വേണ്ടിയിട്ടുള്ള സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ഇഷ്ടമായ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് MR കൊടുക്കുന്നതാണ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊക്കെ നൈസായിട്ട് പൊക്കി. തിരിച്ചു പോകുന്നതും ബസ്സിലായിരുന്നു. റോഡ് നിറച്ച് കാളകളും പശുക്കളൊക്കെ ആയിരുന്നു. നിങ്ങൾക്കറിയാലോ നോർത്തിൽ ഇതിനൊന്നും കഴിക്കാനും കാര്യത്തിനൊന്നും പറ്റത്തില്ല. അപ്പം ഇവർ ചെയ്യുന്നത് അങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ട് ഇവർ റോഡ് നിറച്ച് ഇവരെ കൊണ്ടൊരു തല്ലെന്നായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചെത്തി. ഇതാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ. നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെരുമയും തുടങ്ങി. ഗൈസ് അപ്പം നമ്മളുടെ മിച്ചറും കാര്യങ്ങളും നടന്നു വന്നിരിക്കുകയാണ്. വേണ്ടവർക്ക് ബന്ധപ്പെടാം. ഇതെന്തിനാണ് ഇത് ഇവിടുന്ന് വാങ്ങിയല്ലേ? നാട്ടിലത്തെ കടല. എന്താ മോനെ ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? എല്ലാ തവണയും ഞാൻ ഇവിടെ ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വേറെ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ക്യാമറയായിട്ട് വരും. ചായപ്പൊടി എന്താ മുകളില് മണത്തു സൂപ്പർ. എടി ചായപ്പൊടി അടിയിലേ വേണ്ടേ കാര്യമായിട്ട്? ഇത് പുതിയ എന്റെ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടാണ് ഇത് പൊങ്ങി കിടക്കുന്നത്. സാന്ദ്രത കൂടുതലാണ് ഇതിന് ചായപ്പൊടി. എടാ നീ എവിടെ ഇരിയടാ മോനെ? എന്താ മോനെ? എന്താടാ 2 വാക്ക് പറ ബൗട്ടിന്റെ ചായനെ പറ്റി. ബൗട്ടിന്റെ ചായ പറ്റി അവൻ പറയാം. അവന് വേണ്ടാന്ന് ആദ്യമേ കളിക്കും ഏട്ടായി. ഇപ്പൊ നീ കുടിച്ചില്ലെങ്കിൽ ഏട്ടായി കുടിക്കും. നോക്കാനും കൊടുക്കും ഞാൻ ഇപ്പൊ. ചേട്ടൻ കുടി ചേട്ടൻ എങ്ങോട്ട് റോബി കിട്ടാ ഇന്നത്തെ ഫുഡ്? പൊളി തന്നെ കൊള്ളത്തില്ല. ഇന്നത്തെ ഫുഡാണ് ഗൈസ്. എന്തോ സലാഡ് മാത്രം നമുക്കറിയാം. സത്യം പറയുകയാണെങ്കിൽ കൊള്ളത്തേ ഇല്ലായിരുന്നു. അവസാനം നമ്മൾ പച്ചച്ചോറ് വാരി തിന്നേണ്ടി വന്ന്. നാട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നപോലെ അങ്ങ് തട്ടിക്കയറ്റി അൽഫാമും ചിക്കനൊക്കെ.